ഭൂമിയിലെ ഏറ്റവും ശക്തിശാലിയായ ജീവി ഏതാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ ആനയും കരടിയും വലിയ പൂച്ചവർഗ്ഗങ്ങളുമൊക്കെ ആയിരിക്കും ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അവയുടെ ഘോരമായ ശക്തി ശരിക്കും അത്ഭുതം തന്നെയാണ്. പക്ഷേ ശരീരഭാരവും ആരോഗ്യവും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ശക്തമായ ജീവികൾ ഇവയൊന്നുമല്ല. കാരണം ചില ജീവികൾക്ക് അവയുടെ ശരീരഭാരത്തിന്റെ 100 കണക്കിനും 1000 കണക്കിനും മടങ്ങ് ഭാരം വരെ തൂക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. അതുമാത്രമല്ല, വ്യത്യസ്ത തരം ജീവികൾക്കാണെങ്കിൽ അവയുടെ ശക്തിയും അത് ഉപയോഗിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. ചില ജീവികളുടെ ശക്തി അവയുടെ പേശികളിലായിരിക്കില്ല. ചില ജീവികൾക്കാണെങ്കിൽ ഭാരമെടുക്കാനും ചുമക്കാനുമുള്ള ശക്തി കുറവാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യത്തിൽ അതീവ ശക്തിശാലികളായിരിക്കും. അപ്പോൾ അതെല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ ഭൂമിയിലെ ഏറ്റവും ശക്തിശാലികളായ ജീവികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ശക്തിശാലിയായ ജീവി എന്ന് പറയുമ്പോൾ തീർച്ചയായും ആനകളെ തന്നെയാണ് നമ്മൾ ആദ്യം ഓർക്കുന്നത്. സസ്യഭുക്കുകളായ ഈ ജീവികളാണ് ഇന്ന് കരയിലെ ഏറ്റവും വലിയ ജീവികൾ. അതിൽ ആഫ്രിക്കൻ ആനകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനവർഗം. ഒരു ശരാശരി ആഫ്രിക്കൻ മെയിൽ ആനയ്ക്ക് 5000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടായിരിക്കും. ഈ ബൃഹത്തായ ഭാരം മാത്രം ഉപയോഗിച്ചാൽ തന്നെ കരയിലെ ഏത് ജീവിയെ വേണമെങ്കിലും ആനയ്ക്ക് ഒറ്റ ചവിട്ടിൽ തീർക്കാൻ പറ്റും. ഇതിന്റെ തുമ്പിക്കൈയിൽ മാത്രം 40,000 വെവ്വേറെ പേശികളുണ്ട്. താരതമ്യേന പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആകെ മൊത്തം 600 പേശികളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തുമ്പിക്കൈക്കു മാത്രം 350 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം തൂക്കിയെടുക്കാനുള്ള ശക്തിയുണ്ട്. ശരീരഭാരത്തിന്റെ 25% ഭാരം വരെ ചുമക്കാനും കഴിയും. എന്നുവെച്ചാൽ 1000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം. അതുമാത്രമല്ല, ശരീരഭാരത്തിനേക്കാൾ കൂടുതൽ ഭാരം അവയ്ക്ക് വലിച്ചു നീക്കാനും കഴിയും. ആഹാരം തേടുന്നതിനിടയിൽ വലിയ വലിയ മരങ്ങളെയൊക്കെ ആനകൾ നിസ്സാരമായിട്ട് മറിച്ചിടാറുണ്ട്. പൂർണ്ണമായും പേശികളുടെ ശുദ്ധമായ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇവയെ തോൽപ്പിക്കാൻ കരയിൽ ഇന്ന് വേറെ ഒരൊറ്റ ജീവിയുമില്ല. ശരിക്കും ഒരു മജസ്റ്റിക് ആയ ജീവികൾ തന്നെയാണ് ആനകൾ. എന്നാൽ ശരീരഭാരവും ശക്തിയും തമ്മിലുള്ള അനുപാതം നോക്കുമ്പോൾ ആഫ്രിക്കൻ ആനയേക്കാൾ വളരെ വളരെ ശക്തിശാലിയായ മറ്റൊരു ജീവിവർഗം കരയിലുണ്ട്. അവയെ കാണണമെങ്കിൽ ആഫ്രിക്കയിൽ നിന്നും നേരെ സൗത്ത് അമേരിക്കയിലേക്ക് പോകണം. മനുഷ്യരാശി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 12,000 വർഷങ്ങളായിട്ടുണ്ടാകും. എന്നാൽ മനുഷ്യർക്ക് മുന്നേ പല കോടിക്കണക്കിനും വർഷങ്ങൾക്ക് മുൻപ് മുതൽ മറ്റൊരു ജീവിവർഗം ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതാണ് ഉറുമ്പുകൾ. സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരുതരം ഉറുമ്പുകളാണ് ലീഫ് കട്ടർ ആൻറ്റ്സ്. ഏകദേശം 6 കോടി വർഷങ്ങളായി ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യരെ പോലെ പച്ചക്കറികളും ധാന്യങ്ങളും ഒന്നുമല്ല ഇവർ കൃഷി ചെയ്യുന്നത്. ഇവയുടെ കൃഷി ഒരുതരം ഫംഗസുകളാണ്. പേര് പോലെ തന്നെ ഇലകൾ മുറിച്ചെടുക്കുന്നതാണ് ഇവയുടെ പ്രധാന തൊഴിൽ. എന്നാൽ അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല മുറിക്കുന്നത്. ഈ ഇലകളെ കൊണ്ടുപോയി അതിൽ ഫംഗസുകളെ വളർത്തും. ഈ ഫംഗസ് വളരുമ്പോൾ അതിനെയാണ് ഈ ഉറുമ്പുകൾ ആഹാരമാക്കുന്നത്. ഈ ഉറുമ്പുകളുടെ കോളനികൾ മുഴുവൻ ഫംഗസ് കൃഷി കൊണ്ട് നിറഞ്ഞതായിരിക്കും. ഒരു കോളനിയിൽ പല ദശലക്ഷക്കണക്കിന് ഉറുമ്പുകളായിരിക്കും ജീവിക്കുന്നത്. ഓരോ കോളനിയിലും പല വിഭാഗങ്ങളിലുള്ള ഉറുമ്പുകൾ ഉണ്ടായിരിക്കും. ഏറ്റവും ചെറിയ ഉറുമ്പുകളാണ് ഇലകൾ വൃത്തിയാക്കുന്നതും കൃഷി ചെയ്യുന്നതുമൊക്കെ. കുറച്ചുകൂടെ വലിയ ഉറുമ്പുകളാണ് ഇലകൾ മുറിച്ചെടുത്ത് ചുമന്നുകൊണ്ട് വരുന്നത്. സോൾജിയർ ആൻസ് എന്ന ഏറ്റവും വലിയ ഉറുമ്പുകളാണ് കോളനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഈ ഉറുമ്പുകളുടെ സഹായമില്ലാതെ ഈ ഫംഗസുകൾക്കും അതിജീവിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ഫംഗസുകൾ ഇല്ലാതെ ലീഫ് കട്ടർ ഉറുമ്പുകൾക്കും അതിജീവിക്കാനാകില്ല. എന്തായാലും ഈ ഉറുമ്പുകൾക്ക് എന്താണ് ശക്തിയെന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്. അവയുടെ ശരീരഭാരത്തിന്റെ 50 മടങ്ങ് വരെ ഭാരമുള്ള ഇല കഷ്ണങ്ങളാണ് ഒരു ഉറുമ്പ് ചുമന്നുകൊണ്ട് പോകുന്നത്. അതും 100 കണക്കിന് മീറ്ററുകളോളം ദൂരം വരെ ചുമക്കേണ്ടതുണ്ട്. ഇത് മനുഷ്യരുടെ വലിപ്പത്തിൽ താരതമ്യം ചെയ്തു പറയുമ്പോൾ ഒരു മനുഷ്യൻ 2000 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 30 കിലോമീറ്ററുകളോളം ദൂരം വരെ ചുമന്നുകൊണ്ട് പോകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ശരീരഭാരവും ശക്തിയും തമ്മിലുള്ള അനുപാതം നോക്കുമ്പോൾ കരയിലെ ഏറ്റവും ശക്തിശാലികളായ ജീവികളിൽ ഒന്നാണ് ലീഫ് കട്ടർ ആൻറ്റ്സ്. പേശികളുടെ ശക്തി പോലെ തന്നെ വനത്തിൽ അതിജീവിക്കാൻ വളരെയേറെ പ്രധാനപ്പെട്ട മറ്റൊരു ശക്തിയാണ് വൈറ്റ് ഫോഴ്സ്, അതായത് കടിശക്തി. കടിശക്തി നോക്കുമ്പോൾ ആഫ്രിക്കൻ ആനകളെക്കാൾ ഒരുപാട് ശക്തിശാലികളായ മൃഗങ്ങൾ കരയിലുണ്ട്. അതിലൊന്നാണ് ഹിപ്പോപ്പൊട്ടാമസ്.
മുതലകൾ കഴിഞ്ഞാൽ പിന്നെ കരയിൽ ഏറ്റവും കൂടുതൽ കടിശക്തിയുള്ള ജീവികൾ ഹിപ്പോപൊട്ടാമസുകളാണ്. ഇതിന്റെ ഒരു കടിക്ക് 2000 PSIക്ക് മുകളിൽ ശക്തിയുണ്ടായിരിക്കും. അവയുടെ കട്ടിയുള്ള പല്ലുകളും പേശികളും ഉപയോഗിച്ച് സൈദ്ധാന്തികപരമായി ഒരു മുതലയെ രണ്ടായിട്ട് കടിച്ചു മുറിക്കാനുള്ള ശക്തി അവയ്ക്കുണ്ട്. സിനിമകളിലൊക്കെ സാധാരണ ഹിപ്പോകളെ വളരെ ഫ്രണ്ട്ലിയായ ജീവികളായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ സത്യം നേരെ തിരിച്ചാണ്. യഥാർത്ഥത്തിൽ കരടികൾ, കടുവകൾ, സിംഹങ്ങൾ തുടങ്ങിയ മറ്റു ഭീകര ജീവികളെ പോലെ തന്നെ ഒരുപക്ഷെ അവയേക്കാൾ വളരെ അക്രമാസക്തമായ ജീവികളാണ് ഹിപ്പോകൾ. ഇന്ന് പ്രതിവർഷം 500-ൽ കൂടുതൽ പേരെയാണ് ഹിപ്പോകൾ കൊല്ലുന്നത്. താരതമ്യേന പറഞ്ഞാൽ ഇന്ന് ശരാശരി 50 മുതൽ 100 പേരെയാണ് കടുവകൾ ഒരു വർഷം കൊല്ലുന്നത്. അപ്പോൾ തന്നെ അവ എത്രമാത്രം ഭയാനകമായ ജീവികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതുപോലെ ഹിപ്പോകൾ സസ്യഭുക്കുകളാണെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ ശരിക്കും ഇവ ഒംനിവോറസ് ആണ്. എന്നുവെച്ചാൽ ആവശ്യമെങ്കിൽ ഇവ മാംസവും ഭക്ഷിക്കും. കടിശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ജാഗ്വാറുകളെയും കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സസ്തനി വർഗത്തിൽ ഹിപ്പോപൊട്ടാമസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടിശക്തിയുള്ളത് ജാഗ്വാറുകൾക്കാണ്. ഏകദേശം 1500 PSIക്ക് മുകളിലാണ് ജാഗ്വാറുകളുടെ കടിശക്തി. അത് സിംഹങ്ങളെക്കാളും കടുവകളെക്കാളുമൊക്കെ ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ കടിശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ജീവികളാണ് മുതലകൾ. ഇന്ന് ലോകത്തിലുള്ള സകല ജീവികളിലും വെച്ച് ഏറ്റവും കൂടുതൽ കടിശക്തിയുള്ളത് മുതലകൾക്കാണ്. 3700 PSI ആണ് മുതലയുടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടിയ കടിശക്തി. പക്ഷേ അവയ്ക്ക് അതിനേക്കാൾ ഒരുപാട് ശക്തമായി കടിക്കാൻ പറ്റുമെന്നാണ് നിഗമനം. എന്തായാലും മസിൽ ശക്തിയുടെ കാര്യത്തിൽ കരയിൽ ഇവയേക്കാളുമൊക്കെ ശക്തമായ ജീവികൾ വേറെയുണ്ട്. നോർത്ത് പോളിലേക്ക് പോയാൽ കരയിലെ ഏറ്റവും ശക്തിശാലിയായ ഇര പിടിക്കുന്ന ജീവികളെ കാണാം. അതാണ് പോളാർ ബിയേഴ്സ് അഥവാ ധ്രുവ കരടികൾ. ഇവ തന്നെയാണ് ഏറ്റവും വലിയ കരടി വർഗവും. കുറഞ്ഞത് 400 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടായിരിക്കും ഒരു ശരാശരി പോളാർ ബിയറിന്. ഇതിന്റെ ഒരു കടിക്ക് 1200 PSIക്ക് മുകളിൽ ശക്തിയുണ്ടായിരിക്കും. പക്ഷേ കടിശക്തിക്ക് പുറമെ ഇവയുടെ പേശികളുടെ ആരോഗ്യവും അത്ഭുതാവഹമാണ്. ഇവയുടെ ഭീമൻ കൈകൾ കൊണ്ട് ഒറ്റയടിക്ക് തന്നെ ഒട്ടുമിക്ക ഇരകളെയും ഇവയ്ക്ക് കൊല്ലാൻ പറ്റും. 1500 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള വലിയ വാൽറസുകളെയും നാർവാൽസിനെയും വരെ വലിച്ചെടുത്ത് തന്റെ മടയിലേക്ക് കൊണ്ടുപോകാനുള്ള ശക്തി പോളാർ ബിയേഴ്സിനുണ്ട്. അതായത് അതിന്റെ ശരീരത്തിന്റെ 4 മടങ്ങോളം ഭാരം വരെ അതിനെടുക്കാൻ കഴിയും. ശരിക്കും അക്ഷരം തെറ്റാതെ മോൺസ്റ്റർ എന്ന് വിളിക്കേണ്ട ഒരു ജീവി തന്നെയാണ് പോളാർ ബിയർ. ഏറ്റവും ശക്തിശാലികളായ ജീവികളെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ജീവിയാണ് ഗൊറില്ല. ഇവയാണ് ഇന്നത്തെ ഏറ്റവും ശക്തിശാലികളായ പ്രൈമേറ്റുകൾ. പ്രധാനമായും സസ്യഭുക്കുകളായ ഈ ജീവികൾക്ക് അവയുടെ ശരീരത്തിനേക്കാൾ പല മടങ്ങ് കൂടുതൽ ഭാരം തൂക്കിയെടുക്കാൻ കഴിയും. സിൽവർ ബാക്ക് എന്ന തരം ഗൊറില്ലകളാണ് ഏറ്റവും വലിയ ഇനം. ഇവയ്ക്ക് ശരാശരി 180 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. ഇവയ്ക്കൊരു ശരാശരി മനുഷ്യന്റെ അത്ര ഉയരവുമുണ്ട്. ഇവയുടെ ശരീരഭാരത്തിന്റെ 5 മടങ്ങ് ഭാരം വരെ ഇവയ്ക്ക് തൂക്കിയെടുക്കാൻ പറ്റും. അതായത് ഒരു ശരാശരി സിൽവർ ബാക്ക് ഗൊറില്ലയ്ക്ക് ഏകദേശം 900 കിലോഗ്രാം വരെ തൂക്കിയെടുക്കാൻ കഴിയും. ഗൊറില്ലകൾക്ക് അവയുടെ ശരീരത്തിന്റെ 10 മടങ്ങിൽ കൂടുതൽ ഭാരം വരെ വലിച്ചു നീക്കാൻ കഴിയുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. പക്ഷേ അത് വെറുമൊരു നിഗമനം മാത്രമാണ്, അല്ലാതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള വസ്തുതയല്ല. ഏറ്റവും ശക്തിശാലികളായ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു ജീവിയാണ് സീബ്ര. ഡിസ്കവറി ചാനലും നാറ്റ്ജിയോയും ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും മുതലകളുടെയും സിംഹങ്ങളുടെയും ഒക്കെ ഒരു സ്ഥിരമായ ആഹാരമാണ് സീബ്രകൾ. അപ്പോൾ പിന്നെ അവയെ എങ്ങനെയാണ് ശക്തിശാലികളായ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുക? അതിന്റെ കാരണം സീബ്രകളുടെ കിക്കാണ്, അതായത് ശക്തമായിട്ട് തൊഴിക്കാനുള്ള കഴിവ്. സീബ്രകളേക്കാൾ ഒരുപാട് വലിപ്പമുള്ള ജിറാഫുകളുടെയും കൂടുതൽ പേശികളുള്ള കുതിരകളുടെയും ഒക്കെ ശക്തമായ കിക്കിനെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവയുടെ ഒരു ചവിട്ടിന് ഏകദേശം 2000 PSI ശക്തി ഉണ്ടായിരിക്കും. എന്നാൽ ഇവയേക്കാൾ മുന്നിലാണ് സീബ്രകൾ. സീബ്രയുടെ ഒരു തൊഴിക്ക് 3000 PSIയിലേറെ ശക്തിയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ട് തൊഴിക്കുന്നത് സീബ്രകളാണ്. ആക്രമിക്കാൻ വരുന്ന സിംഹങ്ങളെ ഒറ്റ ചവിട്ടിൽ തന്നെ കൊല്ലാൻ ഈ ശക്തി ധാരാളമാണ്. കരയിൽ മാത്രമല്ല ആകാശത്തിലും ശക്തിശാലികളായ ജീവികളുണ്ട്. ഹാർപ്പി ഈഗിൾ എന്ന ഒരുതരം പരുന്താണ് പക്ഷികളിൽ ഏറ്റവും ശക്തിശാലി. ഹാർപ്പി ഈഗിൾസ് ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ അവ തന്നെ ആയിരിക്കും ആകാശത്തിലെ അപ്പെക്സ് പ്രഡറ്റേഴ്സ്. മെയിൽ ഹാർപ്പി പരുന്തുകൾക്ക് 6 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരിക്കും.
എന്നാൽ ഫീമെയിൽ ഹാർപ്പികൾക്ക് 10 കിലോഗ്രാമോളം വരെ ഭാരം വയ്ക്കാൻ കഴിയും. ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പരുന്തുവർഗവും. സ്വന്തം ശരീരത്തിന്റെ അത്ര ഭാരമുള്ള ജീവികളെ വരെ തൂക്കിയെടുക്കാനും അതിനെയും കൊണ്ട് പറക്കാനും വരെ ഹാർപ്പികൾക്ക് സാധിക്കും. മലമുകളിൽ നിൽക്കുന്ന വലിയ ആടുകളെ പറന്നുവന്ന് താഴേക്ക് തള്ളിയിടാനുള്ള ശക്തിയും ഈ പക്ഷികൾക്കുണ്ട്. സ്വന്തം ശരീരത്തിന്റെ 8 മടങ്ങ് ഭാരമുള്ള ജീവികളെ വരെ ചില പരുന്തുകൾക്ക് തൂക്കിയെടുക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതൊന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും വലിയ നഖങ്ങളുള്ള പക്ഷിവർഗവും ഹാർപ്പികളാണ്. ഇവയുടെ നഖങ്ങൾക്ക് 13 സെന്റിമീറ്ററോളം വരെ നീളമുണ്ടായിരിക്കും. അതായത് ബ്രൗൺ കരടികളുടെ നഖങ്ങളേക്കാൾ വലുതാണ് ഹാർപ്പികളുടെ നഖങ്ങൾ. ഈ നഖങ്ങൾ ഉപയോഗിച്ച് ഇരകളെ പിടിച്ചു മുറുക്കിയാൽ ഇരകളുടെ എല്ലുകൾ വരെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവയുടെ കൈകൾക്ക് ഏകദേശം 600 PSI ശക്തിയിൽ പിടിച്ചു മുറുക്കാൻ കഴിയും. ഇതുവരെ ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീവി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നീലത്തിമിംഗലങ്ങളാണ്. 1.5 ലക്ഷം കിലോഗ്രാമിൽ കൂടുതൽ ഭാരം വയ്ക്കുന്ന നീലത്തിമിംഗലങ്ങൾ ശരിക്കും ഒരു ബൃഹത്തായ ജീവികൾ തന്നെ. വസ്തുക്കളെ പിടിക്കാനോ ഉയർത്താനോ ചവിട്ടാനോ ഒന്നും ബ്ലൂ വെയിൽസിന് കഴിയില്ലെങ്കിലും അവയുടെ പടുകൂറ്റൻ ശരീരത്തിനെ വെള്ളത്തിലൂടെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ അവയ്ക്ക് മികച്ച ആരോഗ്യം ആവശ്യമാണ്. അതിനവയെ സഹായിക്കുന്നത് അവയുടെ വാലുകളിലെ അതിശക്തമായ പേശികളാണ്. ഈ വാലിന് മാത്രം ഏകദേശം 200 ഹോഴ്സ് പവറിൽ കൂടുതൽ ശക്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഇത്രയും ഭാരമുണ്ടായിരുന്നിട്ടും ഏകദേശം 50 km/h വേഗത്തിൽ വരെ അവയ്ക്ക് നീന്താൻ കഴിയുന്നതും ഈ കരുത്തുറ്റ വാലുകൾ കാരണമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ മസിൽസ് ഇത് തന്നെയാണെന്നാണ് കരുതുന്നത്. ഇതിനെത്ര ഭാരം വരെ വലിച്ചുകൊണ്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ബ്ലൂ വെയിൽസ് പതിവായിട്ട് വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് കുതിച്ചു ചാടാറുണ്ട്. ഇത്രയും ഭാരമുള്ള ശരീരത്തിനെ ഇങ്ങനെ മുകളിലേക്ക് തൂക്കിയെറിയാൻ കഴിയുമെങ്കിൽ അതത്ര നിസ്സാരമായ ശക്തിയല്ല. സമുദ്രത്തിലേക്ക് വന്ന സ്ഥിതിക്ക് ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ മീൻ എന്നറിയപ്പെടുന്ന ഗോലിയാത്ത് ഗ്രൂപ്പർ എന്ന മീൻ വർഗത്തിനെയും കൂടെ പരിചയപ്പെടാം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തീരപ്രദേശങ്ങൾക്ക് സമീപമാണ് ഇവ ജീവിക്കുന്നത്. 8.5 അടിയിൽ കൂടുതൽ നീളവും 400 കിലോഗ്രാം വരെ ഭാരവും വയ്ക്കാൻ കഴിയുന്ന ഭീമൻ മത്സ്യങ്ങളാണ് ഗോലിയാത്ത് ഗ്രൂപ്പേഴ്സ്. വലിയ ഗ്രേറ്റ് വൈറ്റ് സ്രാവുകളെ വരെ ഇവ ആഹാരമാക്കാറുണ്ട്. വേണമെങ്കിൽ ഗോലിയാത്ത് ഗ്രൂപ്പേഴ്സ് മനുഷ്യരെയും ആക്രമിക്കാൻ മടിക്കില്ല. വളരെ ചുരുങ്ങിയ നേരത്തേക്ക് ഏകദേശം 125 km/h വേഗത്തിൽ വരെ ഇവയ്ക്ക് നീന്താൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഈ മീനിനെ നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നാലും ശരി, സൂക്ഷിച്ചില്ലെങ്കിൽ ഈ മീൻ വളരെ നിസ്സാരമായിട്ട് നിങ്ങളെയും വലിച്ചെടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഏറ്റവും ശക്തമായ മീൻ എന്ന് പറയുന്നത്. പക്ഷേ ശക്തിശാലികളുടെ ചാമ്പ്യന്മാരെ കാണണമെങ്കിൽ നമ്മൾ വീണ്ടും കരയിലേക്ക് വരേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞ ലീഫ് കട്ടർ ആൻസിനെ പോലെ ശരീരഭാരവും ശക്തിയും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തിശാലികളായ ജീവികളെന്നത് ഡങ് ബീറ്റിൽസ് എന്ന ഒരുതരം വണ്ടുകളാണ്. വെറും 2 സെന്റിമീറ്റേഴ്സ് മാത്രമാണ് ഒരു ഡങ് ബീറ്റിലിന്റെ ശരാശരി വലിപ്പം. മരുഭൂമികൾ, കാടുകൾ, കൃഷിനിലങ്ങൾ, പുൽപ്രദേശങ്ങൾ അങ്ങനെ എല്ലാത്തരം പ്രദേശങ്ങളിലും ഇവ ജീവിക്കാറുണ്ട്. അന്റാർട്ടിക്കയിൽ ഒഴികെ ലോകത്തിലെ ഏത് ഭൂഖണ്ഡത്തിൽ പോയാലും ഈ വണ്ടുകളെ കാണാൻ പറ്റും. ഡങ് ബീറ്റിലിൽ തന്നെ പല ഇനങ്ങളുണ്ട്. അതിൽ ഹോൺഡ് ഡങ് ബീറ്റിൽ എന്ന വണ്ടാണ് ഏറ്റവും ശക്തമായത്. ഇവയ്ക്ക് ശരാശരി വെറും 1 സെന്റിമീറ്റർ വലിപ്പം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവ എത്രത്തോളം ശക്തമാണെന്ന് ചോദിച്ചാൽ അതിന്റെ ശരീരഭാരത്തിന്റെ 1141 മടങ്ങ് ഭാരം വരെ ചുമക്കാനുള്ള ശക്തി ഈ വണ്ടുകൾക്കുണ്ട്. എന്നുവെച്ചാൽ ഒരു ശരാശരി മനുഷ്യൻ 40,000 കിലോഗ്രാം ഭാരം ചുമക്കുന്നതിന് തുല്യമായ ഭാരമാണ് ഒരു ഹോൺഡ് ഡങ് ബീറ്റിൽ ചുമക്കുന്നത്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു വണ്ടാണ് റൈനോസറസ് ബീറ്റിൽ. ഇവ താരതമ്യേന വലിയ വണ്ടുകളാണ്. ഏകദേശം 15 സെന്റിമീറ്ററോളം വരെ വലിപ്പം വയ്ക്കാൻ ഇവയ്ക്ക് കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടുകളിൽ ഒന്നാണ് റൈനോസറസ് ബീറ്റിൽ. ഡങ് ബീറ്റിൽസിനെ പോലെ ഇവയും അന്റാർട്ടിക്കയിൽ ഒഴികെ ബാക്കി എല്ലാ ഭൂഖണ്ഡങ്ങളിലും ജീവിക്കുന്നുണ്ട്. സ്വന്തം ശരീരഭാരത്തിന്റെ 850 മടങ്ങ് ഭാരം വരെ ചുമക്കാനുള്ള ശക്തി ഈ വണ്ടുകൾക്കുണ്ട്. അതായത് ഒരു ശരാശരി മനുഷ്യൻ 30,000 കിലോഗ്രാം ഭാരം ചുമക്കുന്നതിന് തുല്യം. ശരീരഭാരവും ശക്തിയും തമ്മിലുള്ള അനുപാതം നോക്കുമ്പോൾ ഈ വണ്ടുകളാണ് ലോകത്തിലെ ഏറ്റവും ശക്തിശാലികളായ ജീവികൾ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.